നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പാൻ കാർഡ് ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ്. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇൻവാലിഡ് ആയി പോവുകയും ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്കത് സാധിക്കാതെ വരികയും അത് കൂടാതെ 50,000 എബോവ് ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്കത് സാധിക്കാതെ വരികയും ചെയ്യുന്നു. സോ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആധാർ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിന് നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ ഇൻകം ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻകം ടാക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വിക്ക് ലിങ്കിൽ ഏറ്റവും താഴെ ലിങ്ക് ആധാർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത ഒരു വിൻഡോ വരും. അതിൽ നമ്മുടെ പാൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാൻ നമ്പർ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ആധാർ നമ്പറും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ അതിൽ വാലിഡേറ്റ് കൊടുക്കുക. വാലിഡേറ്റ് താഴെ നിങ്ങൾക്ക് കാണാം, വാലിഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ എഴുതി വരുന്നത് യുവർ പാൻ കാർഡ് ഈസ് ഓൾറെഡി ലിങ്ക്ഡ് വിത്ത് ആധാർ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അത് ഓൾറെഡി ഈ ആധാറുമായിട്ട് ഈ പാൻ കാർഡ് ലിങ്ക് ചെയ്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇൻ കേസ് നമ്മൾ ലിങ്ക് ചെയ്യാത്ത ആധാർ പാൻ കാർഡ് ലിങ്ക് ചെയ്യാത്തതാണെങ്കിൽ അവിടെ ഡയറക്റ്റ്ലി നമ്മൾ പേയ്മെൻറ്റിലോട്ട് ഡയറക്റ്റ് ചെയ്യപ്പെടുകയും പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈൻ എത്രയാണ് അത് അടച്ചതിന് ശേഷം ലിങ്ക് ആധാർ എന്നുള്ള ഫൈനൽ പ്രോസസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.